പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 7-ാം അധ്യായം 1, 2, 10, 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായല്ല, രഹസ്യമായി. ജെറുസലേം നിവാസികളിൽ ചിലർ പറഞ്ഞു, ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? എന്നാൽ ഇതാ, ഇവൻ പരസ്യമായി സംസാരിക്കുന്നു. എന്നിട്ടും അവർ ഇവനോട് ഒന്നും പറയുന്നുമില്ല. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരുപക്ഷെ അധികാരികൾ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? ഇവൻ എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ. ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ യേശു ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അവിടുത്തെ അറിയാം. എന്തെന്നാൽ ഞാൻ അവിടുത്തെ അടുക്കൽ നിന്ന് വരുന്നു, അവിടുന്നാണ് എന്നെ അയച്ചത്. അവനെ ബന്ധിക്കാൻ അവർ ശ്രമിച്ചു, എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയരെ, സ്തുതിയായിരിക്കട്ടെ. തപസ് കാലത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച, ഏപ്രിൽ മാസം 3-ാം തീയതി. ഇന്ന് ഈ രാത്രിയിൽ ഈശോയുടെ മണിക്കൂറിലേക്ക്, ഈശോയുടെ ബലിയുടെ സമയത്തിലേക്ക്, ബലിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ഈ തപസ് കാലത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിലുടനീളം ഈ മണിക്കൂർ ഒരു ധ്യാന വിഷയമാവുന്ന ഭാഗമാണ്, നമുക്കറിയാം. ഈശോയുടെ മണിക്കൂർ സമയം അത് ബലിയുടെ സമയമായിരുന്നു, രക്ഷയുടെ സമയമായിരുന്നു, വിടുതലിൻ്റെയും മോചനത്തിൻ്റെയും സമയമായിരുന്നു. ഈ ഒരു സമയം യോഹന്നാൻ സുവിശേഷകൻ പലപ്പോഴായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മളും ഈ കാൽവരിയിലേക്കുള്ള യാത്രയിൽ, ഈ തപസ് കാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ നമ്മളെയും ചേർത്ത് പിടിക്കുകയാണ്. നമുക്കറിയാമല്ലോ, സമയം നോക്കാൻ നമ്മൾ വാച്ച് നോക്കും. ഈ വാച്ചിൽ തന്നെ 5 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമുക്കറിയാം. ഈ 5 അക്ഷരങ്ങളും 5 കാര്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. WATCH. ഈ വാച്ച്. W വചനം, വാക്ക്. അവൻ്റെ വാക്ക്, ആ വാക്കിനോട് നമ്മൾ ക്രമപ്പെടുത്തണം. A ആക്ഷൻ, നമ്മുടെ പ്രവൃത്തികൾ അവനോടൊപ്പം ക്രമപ്പെടുത്തണം. T തോട്ട്, ചിന്തകൾ, നമ്മുടെയൊക്കെ ചിന്തകൾ അവൻ്റെ ചിന്തകളോടൊപ്പം ക്രമപ്പെടുത്തണം. C ക്യാരക്ടർ, നമ്മുടെയൊക്കെ സ്വഭാവം ഈശോയുടെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തണം. H ഹാർട്ട്, നമ്മുടെയൊക്കെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം അവിടുത്തെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ശ്രമത്തിലാണ്. അതാണ് ഈ ബലിയുടെ പൂർത്തീകരണത്തിൽ
നമ്മൾക്കും സംഭവിക്കേണ്ടത്. വചനം ഹൃദയത്തിൽ നിറയുമ്പോഴാണ്. ഈ വചനങ്ങൾ ഈശോയോടൊപ്പം ഈ തപസ് കാലത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ കുറയും, നമ്മുടെ അസ്വസ്ഥതകൾ വിട്ടുപോകും, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ മാറും, ഭയങ്ങൾ മാറും, നമ്മുടെ ജീവിതത്തിന് ഭാരങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ലേ, യേശുനാഥൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്ക് തിരുനാളിന് വേണ്ടിയുള്ള യാത്രയും ക്രിസ്തുവിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നവരുടെ പരിശ്രമവും ക്രിസ്തുവിൻ്റെ പരസ്യമായ പ്രഖ്യാപനവുമാണ് നമ്മളിവിടെ കാണുക. ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് തന്നെ എറിഞ്ഞു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാനാണ് ഞാൻ വന്നത് എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഹിതങ്ങൾ ഈശോയുടെ ഈ കാൽവരിയിലൂടെയുള്ള യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന്, പിതാവിൻ്റെ ഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ എറിഞ്ഞു കൊടുക്കുക, ബലിയാകുവാനായിട്ട് സമയത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് ഈശോ യാത്ര തുടങ്ങുകയാണ്. ഒപ്പം നമ്മൾ കാണുന്നില്ലേ, ധൈര്യപൂർവം ഈശോ കുരിശിലേക്ക് നടക്കുകയാണ്. നമ്മുടെ കുരിശ് എടുക്കാൻ ധൈര്യം പ്രാപിക്കുവാനായിട്ട് ഈശോനാഥൻ ഈ തപസ് കാലത്തിൽ, ഈ രാത്രിയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിനെ അതിന് വ്യക്തിപരമായി നമ്മൾ അറിയണം. അറിവ് നമ്മളുടെ ധ്യാനമാകണം. ആ വചനത്തിൽ നമ്മൾ ആഴപ്പെടണം. ഒപ്പം ക്രിസ്തുവിനെ ബന്ധിക്കാനല്ല, ക്രിസ്തുവിനെ ബന്ധിക്കുന്നവരുടെ കൂട്ടത്തിലേക്കല്ല, മറിച്ച് അവൻ്റെ സ്നേഹവലയം നമ്മളെ ബന്ധിക്കണം. ഐ സറണ്ടർ എവരിത്തിങ്. ഞാൻ ഈശോയെ അറസ്റ്റ് ചെയ്യുകയല്ല, മറിച്ച് ഐ സറണ്ടർ മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ്റെ കാൽവരിയിലേക്കുള്ള യാത്രയിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് ഈ പ്രത്യാശയുടെ വർഷത്തിൽ ഒരു ഉദ്ധാനത്തിലേക്ക് നമുക്ക് യാത്രയാകാൻ പരിശ്രമിക്കാം. ഈ കുരിശിന് താഴെ, ഈ കാൽവരിയിലേക്കുള്ള യാത്രയിൽ ഈശോയോടൊപ്പം ഈ രാത്രിയിൽ നമ്മൾ നിദ്രയിലാകുമ്പോൾ പുതിയൊരു പുലരി അനുഗ്രഹത്തിൻ്റെയും വിടുതലിൻ്റെയും, ഈശോയെ നമ്മുടെ വരുതിക്ക് വരുത്തുന്നതല്ല, ഈശോയുടെ ഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുവാൻ ഈ രാത്രിയും പുതിയ പുലരിയും സഹായിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 31:5 സങ്കീർത്തകന് നമുക്കും പങ്കുചേരാം. അങ്ങേക്കരങ്ങളിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആത്മാവിനെയും നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഈശോയെ, ശക്തനായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ കടന്നു വരണമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈശോയോടൊപ്പം ഒരു സുഖനിദ്രയിലാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. പുതിയൊരു പുലരിയിൽ നമുക്ക് പ്രത്യാശയോടെ ദൈവത്തോടു കൂടെ ആയിരിക്കാം. ദൈവം നിങ്ങളെ ഈ രാത്രിയിലും പുതിയ ദിവസത്തിലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ വചന സന്ദേശവും ഈ അനുഗ്രഹവും നമുക്ക് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുകയും ചെയ്യാം. The Lord grant us a quiet night and a perfect end. Amen. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ,
കാരുണ്യമേ അനന്ത സ്നേഹമേ